ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ചയായത് കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യരുടെ ഒരു വിവാദ പ്രസ്താവനയാണ്. അത് ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്: പാകിസ്ഥാനെ ബഹുമാനിക്കണമെന്നും അല്ലെങ്കിൽ അവർ ആണവായുധം പ്രയോഗിക്കും എന്നും മണിശങ്കർ അയ്യർ പറഞ്ഞു വെക്കുന്നു. ഇതിന് മറുപടിയായി BJP പറഞ്ഞത് കോൺഗ്രസിന്റെ പാകിസ്ഥാൻ പ്രേമം അവസാനിക്കില്ല എന്നായിരുന്നു BJPയുടെ വിമർശനം. കോൺഗ്രസ് നേതാക്കൾ ഇന്ത്യയിലാണ് കഴിയുന്നതെങ്കിലും അവരുടെ ഹൃദയം പാകിസ്ഥാനിലാണ്, അല്ലേ? പക്ഷേ മണിശങ്കർ അയ്യർ പിന്നീട് വിശദീകരിച്ചത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രസ്താവനയാണ്, അത് കുറച്ചു കാലം മുമ്പുള്ളതാണ്, അതിപ്പോൾ എടുത്ത് കുത്തിപ്പൊക്കി കൊണ്ടുവന്നതാണ് എന്നാണ്, അല്ലേ? ഈ മണിശങ്കർ അയ്യർ അദ്ദേഹത്തിന് പലപ്പോഴും ഇത്തരം അബദ്ധങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അല്ലെങ്കിൽ പല ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ പലപ്പോഴും എടുത്ത് വലിയ ആയുധമായി BJP ഉപയോഗിക്കാറുണ്ട്. 2019 സമാനമായൊരു വിഷയം ഉണ്ടായി. ഇദ്ദേഹം പ്രധാനമന്ത്രി നീച്ച് ആത്മി എന്ന് അഭിസംബോധന ചെയ്തു. അത് വലിയ ഇതുണ്ടാക്കി. അപ്പോൾ നീച്ച് ആത്മീ എന്ന് പറഞ്ഞാൽ വളരെ അധകൃതൻ എന്ന തരത്തിലൊക്കെ. അപ്പോൾ ഇത് പ്രധാനമന്ത്രിയുടെ ജാതിയെ പറഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാമൂഹിക സ്റ്റാറ്റസിനെ പറ്റി അദ്ദേഹം കളിയാക്കി എന്നൊക്കെയുള്ള ഒരു പ്രയോഗം വരികയും അത് ഇന്ത്യയിൽ ഒരു വിപരീതമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് കോൺഗ്രസ് അന്ന് ഭയക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഈ സുർജേവാലയൊക്കെ, രൺദീപ് സിംഗ് സുർജേവാലയെ പോലുള്ളവരൊക്കെ വന്ന് അന്ന് മണിശങ്കർ അയ്യർ മണിശങ്കർ അയ്യർ പറഞ്ഞ കാര്യം തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് അന്ന് തിരുത്തേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് അദ്ദേഹത്തിന് കോൺഗ്രസിനകത്ത് നടപടിയും നേരിട്ടു. ഒപ്പീനിയൻ പീസ് എന്ന ഒരു ലേഖനം അദ്ദേഹം ഈ റൈസിംഗ് കശ്മീർ എന്ന മാസികയിൽ എഴുതിയപ്പോഴാണ് അത് പ്രിൻ്റ് എന്ന് പറയുന്ന ഈ പത്രം അത് വീണ്ടും പുനഃപ്രസിദ്ധീകരിച്ചപ്പോഴാണ് ആ തർക്കം അന്ന് വന്നത്. അപ്പോൾ സമാനമായ രീതിയിൽ മണിശങ്കറിൻ്റെ അയ്യരുടെ ഈ ഒരു പ്രയോഗം പല ഘട്ടങ്ങളിലും കോൺഗ്രസിനെ ഇത്തരത്തിൽ പ്രതിസന്ധിയിൽ ആക്കിയിട്ടുണ്ട്. ഏതായാലും ഇത്തവണ മണിശങ്കർ അയ്യരുടെ ഈ പ്രസ്താവനയെയും കോൺഗ്രസ് അതിനോട് വലിയ ഒരു അടുപ്പം കാണിച്ചിട്ടില്ല. ഇത്തവണയും അത് ഞങ്ങളുമായി ബന്ധമില്ല എന്നാണ് പവൻ ഖേര പറഞ്ഞത്. അത് മണിശങ്കർ അയ്യർ കോൺഗ്രസിന് വേണ്ടി സംസാരിച്ചതല്ല, അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു തിരിക്കുന്നയാൾ എന്ന രീതിയിൽ നടത്തിയ ഒരു പ്രതികരണവുമല്ല. അത് ഈ ചിൽപ്പിൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ഇതിനു വേണ്ടി അഭിപ്രായം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുള്ളത്. ഏതായാലും BJPക്ക് ഒരു പ്രചരണ ആയുധം ലഭിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. കാരണം നമുക്കറിയാം, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ അലയടിക്കാവുന്ന അല്ലെങ്കിൽ അവിടെയൊക്കെ സ്വാധീനം ചെലുത്താവുന്ന പാകിസ്ഥാൻ പ്രേമം എന്നൊക്കെ പറയുന്നത് വോട്ടർമാർക്കിടയിൽ അത് കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ ലോക്സഭാ ഇലക്ഷനിൽ കണ്ടതാണ്. BJP പല തരത്തിലും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആയുധമാക്കിയിട്ടുണ്ട് കോൺഗ്രസിനെതിരെ. അത് എല്ലാ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലും മണിശങ്കർ അയ്യർ ഇങ്ങനെ പ്രതികൂലമായ ഒരു വർത്തമാനവുമായി വരുന്നു എന്നതും കോൺഗ്രസിനെ ഇതാക്കുന്നു. മാത്രമല്ല, ദേശ സുരക്ഷ എന്നത് BJP ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുന്ന ഒരു വലിയ വിഷയമാണ്. പ്രധാനമന്ത്രി നമുക്ക് ന്യൂസ് 18 തന്ന അഭിമുഖത്തിൽ പോലും അദ്ദേഹം പറഞ്ഞത്, രാജ്നാഥ് സിംഗ് ഒക്കെ പറഞ്ഞത്, ഈ പാകിസ്ഥാനോട് അവർക്ക് നമ്മുടെ കരുത്ത് ബോധ്യപ്പെട്ടു. രാജ്നാഥ് സിംഗ് നമുക്ക് ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഇപ്പോൾ പഴയ ഇന്ത്യയല്ല, വീട്ടിൽ കയറി തിരിച്ചടിക്കാൻ കഴിയുമെന്നാണ്. ഇത് പ്രധാനമന്ത്രി ഇന്ത്യയെ എതിർക്കുന്ന തീവ്രവാദ ശക്തികളെയൊക്കെ വീട്ടിൽ കയറി തിരിച്ചടിക്കാൻ കഴിയുമെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. പിന്നെ പ്രധാനമന്ത്രി അത് പല യോഗങ്ങളിലും എടുത്തു പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പാകിസ്ഥാനോട് നമ്മൾ അവിടെ തീവ്രവാദ പ്രവർത്തനങ്ങളെ ശക്തമായി എതിർക്കാൻ കഴിയുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ BJP സ്വയം അവതരിപ്പിക്കുമ്പോൾ പാകിസ്ഥാനെ അനുകൂലിക്കുന്ന ഒരു പ്രയോഗം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ചെറുതല്ലാത്ത ദോഷം ചെയ്യും എന്ന് വേണമെങ്കിൽ കണക്കാക്കാം. തീർച്ചയായും.